Hello friends, welcome to my channel K for Craft. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കുക, എന്നിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തേക്കണേന്ന് ഒരു പീസ് എടുത്തിട്ട് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ റീഫിലറോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതേപോലെ ഈ പേപ്പർ ചുരുട്ടിയെടുക്കാം. റോൾ ചെയ്ത് ഒരു സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം. റോൾ ചെയ്ത് അവസാനം പശ തേച്ച് ഒട്ടിക്കാം. ഇതേപോലെ എല്ലാ ന്യൂസ് പേപ്പറിൻ്റെ പീസും റോൾ ചെയ്തെടുക്കുക. എന്നിട്ടത് 9 സെൻറ്റിമീറ്ററുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വേറൊരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കുക. ചെറുതായിട്ട് മടക്കണം. ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ വച്ച് മടക്കുക. ഒരുപാട് വലുതാക്കി മടക്കരുത്. ഇനി നമ്മൾ മടക്കി വെച്ച പേപ്പർ നമുക്ക് റോൾ ചെയ്യണം. അതിനായിട്ട് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്യുക. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ അതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒട്ടിക്കുക. ഗം വെച്ചിട്ട് ഒട്ടിക്കുക. റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 9 സെൻറ്റിമീറ്ററുള്ള പേപ്പർ സ്റ്റിക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് വെച്ച് തിരിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇനി റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഗം തേച്ചിട്ട് നമ്മുടെ ഈ പെൻ ഹോൾഡറിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ റിംഗ് ഷേപ്പിൽ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ സ്റ്റിക്കൊക്കെ വിടർത്തണ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അകവും പുറവും എല്ലായിടവും പെയിൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ബീഡ്സും ഫെവിക്കോൾ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കിൻ്റെ തുമ്പത്തായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ബീഡ്സും എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു റിബൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് ഗം തേച്ച് ഒട്ടിക്കുക. ഇനി ഈ റിബണിൽ ഇതേപോലെ ഗം തേച്ച് കൊടുക്കുക നല്ലോണം. എന്നിട്ട് നമ്മുടെ പെൻ ഹോൾഡർ എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ച് അത് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.